السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. اللهم اغفر لنا ذنوبنا كلها دقها وجلها وأولها وآخرها وعلانيتها وسرها. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم اجعل أعمالنا كلها صالحة واجعلها لوجهك خالصة ولا تجعل منها لأحد شيئا. اللهم زينا بزينة الإيمان واجعلنا هداة مهتدين. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. أما بعد. സഹോദരങ്ങളെ, സൂറത്തു അത്തൂറിൻ്റെ തഫ്സീറാണ് നമ്മൾ പഠിച്ചു വരുന്നത്. ഈ സൂറത്തിലെ 21 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ വിശദീകരിച്ചത്. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഅംദദ്നാഹും ബിഫാകിഹത്തിൻ വലഹ്മിൻ മിമ്മാ യശ്തഹൂൻ. സ്വർഗ്ഗവാസികളെ കുറിച്ചാണ് അല്ലാഹു പറയുന്നത്. വഅംദദ്നാഹും, നാം അവർക്ക് നൽകിക്കൊണ്ട് അവരെ സഹായിക്കും, അവർക്ക് അധികമായി നാം നൽകും. നാം അവർക്ക് അധികമായി നൽകും, അവരെ ഇത് നൽകി നാം സഹായിക്കും. എന്താണ് നൽകുക? ബിഫാകിഹത്തിൻ, പഴങ്ങൾ, വലഹ്മിൻ, മാംസമാണ്, മിമ്മാ യശ്തഹൂൻ, അവർ കൊതിക്കുന്ന തരത്തിലുള്ള, അവർക്ക് ഇഷ്ടപ്പെട്ട പഴങ്ങളും വിശിഷ്ടമായ മാംസവും നാം അവർക്ക് തുടരെ നൽകിക്കൊണ്ടിരിക്കും. അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ ഭവനമായ എല്ലാ സുഖങ്ങളും അവൻ ഒരുക്കി വച്ചിട്ടുള്ള സ്വർഗത്തിലെ ഭക്ഷണത്തെക്കുറിച്ചാണ് അവൻ പറയുന്നത്. നാം അവർക്ക് നൽകും. അംദദ്നാഹും, നാം അവർക്ക് അധികമായി നൽകും. ബിഫാകിഹത്തിൻ, പഴങ്ങൾ, വലഹ്മിൻ, മാംസം, മിമ്മാ യശ്തഹൂൻ, അവർ കൊതിക്കുന്ന തരത്തിലുള്ളത്. സ്വർഗത്തിൽ വിശപ്പോ ദാഹമോ ഇല്ല. എന്നാൽ അവിടെയുള്ള പഴങ്ങൾക്കോ അവിടെയുള്ള പാനീയങ്ങൾക്കോ യാതൊരു മടുപ്പും അവിടെയുള്ള ആളുകൾക്ക് അനുഭവപ്പെടുകയില്ല. ഏറ്റവും രുചിയുള്ള രൂപത്തിൽ, ഏറ്റവും ആസ്വാദ്യമായ രൂപത്തിലാണ് അവരവിടെ കഴിക്കുക. അവരുടെ മനസ്സിൽ യാതൊരു പ്രയാസവുമില്ല, ആശ്വാസമേ ഉള്ളൂ, റാഹത്ത് മാത്രമേ ഉള്ളൂ. അവരുടെ കണ്ണുകൾ കൊണ്ട് നല്ലതല്ലാതെ അവർ കാണുന്നില്ല, കാതുകൾ കൊണ്ട് മോശമായതൊന്നും അവർ കേൾക്കേണ്ടി വരികയില്ല. യതനാസഊന ഫീഹാ കഅസൻ ലാ ലഗ്വുൻ ഫീഹാ വലാ തഅസീം. യതനാസഊന, അവർ പരസ്പരം കൈമാറിക്കൊണ്ടിരിക്കും. ഫീഹ, അവിടെ വെച്ച്, കഅസൻ, പാനപാത്രങ്ങൾ, കുടിക്കാനുള്ള പാനീയം നിറച്ച പാത്രങ്ങൾക്കാണ് കഅസ് എന്ന് പറയുക. പാനപാത്രങ്ങൾ. യതനാസഊൻ, തനാസ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുക. യതനാസഊന ഫീഹാ കഅസൻ, അവരവിടെ പാനീയം കൈമാറിക്കൊണ്ടിരിക്കും. ലാ ലഗ്വുൻ ഫീഹാ, അവിടെ ലഘുവില്ല, വ്യർത്ഥമായ അർത്ഥമില്ലാത്ത വാക്കുകളൊന്നും അവിടെയില്ല. വലാ തഅസീം, പാപം വരുത്തി വെക്കുന്ന, കുറ്റമുണ്ടാക്കുന്ന വാക്കുകളൊന്നും അവിടെയില്ല. ദുനിയാവിലെ പാനീയങ്ങൾ കുടിക്കാൻ, ദുനിയാവിലെ മദ്യം പോലെ പാനീയങ്ങൾ കുടിക്കാൻ ഒരുമിച്ച് കൂടുന്നവർ, അവർ പരസ്പരം അതിന്റെ രസം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അത് കൈമാറുന്നത് കാണാം. അതുപോലെ അത് കുടിച്ചു കഴിഞ്ഞാൽ അതിന്റെ സദസ്സുകൾ എന്നാൽ അനാവശ്യത്തിന്റെയും തോന്നിവാസത്തിന്റെയും കുറ്റമുണ്ടാക്കുന്ന വാക്കുകളുടെയും സദസ്സുകളായിരിക്കും. എന്നാൽ നോക്കൂ, സ്വർഗവാസികൾ ആനന്ദവും സന്തോഷവും രുചിയുമെല്ലാം അവിടെയുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നു, രസം പങ്കിടുന്നു,
പക്ഷേ ഒരു ലഘു, ഒരനർത്ഥമായ മോശമായ വാക്ക് ഒരാളും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയില്ല. ഏറ്റവും നല്ലത് മാത്രം, ഏറ്റവും നല്ല കൂട്ടുകാർ. അവിടെ ഒരാൾക്കും മറ്റൊരാളോടൊരു പ്രയാസം ഉണ്ടാവുകയില്ല. ദുനിയാവിൽ പരസ്പരം പ്രയാസമുണ്ടായിരുന്നവർ ആണെങ്കിൽ കൂടി സ്വർഗത്തിലേക്ക് അവരെ പ്രവേശിപ്പിക്കുക എങ്ങനെയാണ്? അള്ളാഹു പറഞ്ഞല്ലോ, വനസഅനാ മാ ഫീ സുദൂരിഹിം മിൻ ഗില്ലിൻ ഇഖ്വാനൻ. അവരുടെ ഹൃദയങ്ങളിൽ ഉണ്ടായിരുന്ന പ്രയാസം, പരസ്പരം ഉണ്ടായിരുന്ന ദേഷ്യം നാം ഊരിയെടുക്കും. പരസ്പരം സഹോദരങ്ങളായി സ്നേഹമുള്ളവരായി മാത്രമാണ് അവിടെ കഴിയുക. വലാ തഅസീം, കുറ്റം വരുത്തുന്ന ഒരു വാക്കും അതിന്റെ കൂടെയില്ല. ദുനിയാവിൽ കുടിക്കാനിരുന്നാൽ എന്താണ് ചെയ്യുക? പരസ്പരം മോശമായ വാക്കുകൾ പറയും, കുറ്റം വരുത്തി വെക്കും. അതൊന്നും സ്വർഗത്തിൽ ഉണ്ടാവുകയില്ല. വയതൂഫു അലൈഹിം ഗിൽമാനുൻ ലഹും കഅന്നഹും ലുഅ്ലുഉം മക്നൂൻ. വയതൂഫു അലൈഹിം, അവരെ ചുറ്റിക്കൊണ്ടിരിക്കും, അവർക്ക് ചുറ്റും സഞ്ചരിച്ചുകൊണ്ടിരിക്കും. ഗിൽമാനുൻ, ചില കുട്ടികൾ, ലഹും, അവർക്ക് വേണ്ടിയുള്ള കുട്ടികൾ, അഥവാ സ്വർഗവാസികളുടെ പരിചാരകരായി അവർക്ക് പാനീയം കൊണ്ടുകൊടുക്കുന്ന ആളുകളായി അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത് അതീവ ഭംഗിയുള്ള കുട്ടികളെയാണ്. എന്ന് പറഞ്ഞാൽ അവരെപ്പോഴും ആ പ്രായത്തിലായിരിക്കും. ഇദാ റഅയ്തഹും ഹസിബ്തഹും ലുഅ്ലുഅൻ മൻഥൂറാ. അള്ളാഹു പറഞ്ഞില്ലേ, വിതറിയ മുത്തുകളാണെന്ന് അവരെ കണ്ടാൽ നിനക്ക് തോന്നിപ്പോകും. വയതൂഫു അലൈഹിം ഗിൽമാനുൻ ലഹും, അവർക്കായുള്ള കുട്ടികൾ അവർക്കിടയിൽ പരിചാരകരായി ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരിക്കും. കഅന്നഹും, അവരെ കാണാൻ ആരെ പോലെയുണ്ട്? ലുഅ്ലുഉൻ, മുത്തുപോലെയുണ്ട്. മക്നൂൻ, സംരക്ഷിക്കപ്പെട്ട, വെയിലുകൊള്ളാതെ സംരക്ഷിച്ച മുത്തെങ്ങനെ ഉണ്ടാകും എന്നതുപോലെ ഭംഗി ഉണ്ടായിരിക്കും അവർ. നോക്കൂ, പരിചാരകർ, സേവകർ, അവരെ കാണാൻ ഇത്ര ഭംഗിയാണെങ്കിൽ അവിടെ കഴിയുന്ന ആളുകളുടെ ഭംഗി എന്തായിരിക്കും? അവരെ അള്ളാഹു അവർക്ക് വേണ്ടി സൃഷ്ടിച്ചതാണ്, ഇതിനു വേണ്ടി. സ്വർഗത്തിൽ വല്ല ക്ഷീണമോ പ്രയാസമോ അധ്വാനിക്കാനുള്ള ബുദ്ധിമുട്ടോ ഒന്നും തന്നെ ഇല്ല. അതൊന്നും ഉണ്ടായിട്ടല്ല പരിചാരകർ, മറിച്ച് അത് അവർക്ക് അതൊരു സുഖം എന്ന നിലക്കാണ് നൽകിയിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ പരിചാരകർ കൊണ്ടുവന്നു കൊടുക്കുക എന്നത് അത് വലിയ ആളുകളുടെ, പൊതുവെ ദുനിയാവിൽ പണവും അധികാരവും ഒക്കെ ഉള്ള ആളുകളുടെ രീതിയാണ്. ചിലപ്പോ ആവശ്യമൊന്നുമില്ലെങ്കിൽ എന്ത് വെക്കും? പണിക്കൊരാളെ വെക്കും. അത് അവരുടെ ആഠ്യത്വത്തിന് ഉള്ള അടയാളമാണ്. അതുപോലെ സ്വർഗവാസികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകുന്ന മഹത്തായ അനുഗ്രഹങ്ങളിൽ ഒന്നാണിത്. وأقبل بعضهم على بعض يتساءلون. وأقبل بعضهم, അവരിൽ ചിലർ വരുന്നു, മുന്നിട്ട് വരുന്നു. على بعض, ചിലരുടെ അരികിലേക്ക്. يتساءلون, അവർ പരസ്പരം ചോദിച്ചുകൊണ്ട്, സംസാരിച്ചുകൊണ്ട്. നോക്കൂ, ദുനിയാവിൽ ജനങ്ങൾ കൂടിയിരുന്ന് കുടിക്കുന്ന സദസ്സുകൾ ഇങ്ങനെയാണ്. അവർ പരസ്പരം സംസാരിക്കും, പഴയ കഥകൾ പറയും. കള്ളുടിക്കുന്ന ആളുകളുടെ മജ്‌ലിസുകൾ കണ്ടിട്ടില്ലേ? കഥ പറയും, കുടിച്ചു കഴിഞ്ഞാൽ പഴയ കഥയൊക്കെ പറയും. എന്നാൽ സ്വർഗവാസികൾ പറയുക മോശമായ കഥകളാണോ? അവർക്ക് മത്തുപിടിക്കുമോ? അവർക്ക് തലവേദന ഉണ്ടാകുമോ? ഒന്നുമില്ല. എന്നാൽ അവർ പരസ്പരം സംസാരിക്കും. വഅഖ്ബല ബഅ്ദുഹും അലാ ബഅ്ദിൻ, അവരിൽ ചിലർ ചിലരുടെ അരികിലേക്ക് വന്ന് യതസാഅലൂൻ, അവരങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നു. ദുനിയാവിൽ അവരുടെ അനുഭവങ്ങളെ കുറിച്ച് അവർ സംസാരിക്കുന്നു. ഖാലു, അവർ പറയുന്നു, ഇന്നാ കുന്നാ ഖബ്ലു ഫീ അഹ്ലിനാ മുശ്ഫിഖീൻ. ഖാലു, അവർ പറയും, ഇന്നാ കുന്നാ, തീർച്ചയായും ഞങ്ങളായിരുന്നു, ഖബ്ലു, മുൻപ്. ഏതാണ് മുൻപ്? ദുനിയാവിൽ പഴയ ജീവിതത്തെക്കുറിച്ച് അവർ സംസാരിക്കുകയാണ്. ഫീ അഹ്ലിന, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ വീട്ടിൽ ഞങ്ങൾ കഴിഞ്ഞതെങ്ങനെയായിരുന്നു? മുശ്ഫിഖീൻ, ഭയപ്പാടോടുകൂടിയായിരുന്നു ഞങ്ങൾ ജീവിച്ചത്. മുഅ്മിൻ അവൻ അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ചുള്ള ഭയത്തോടെയാണ് ദുനിയാവിൽ ജീവിക്കുക. വല്ലദീന ഹും മിൻ അദാബി റബ്ബിഹിം മുശ്ഫിഖൂൻ ഇന്ന അദാബ റബ്ബിഹിം ഗൈറു മഅ്മൂൻ. മുഅ്മിനുകൾ അവർ അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ച് ഉള്ള ഭീതിയോടെ കഴിയുന്നവരാണ്.
നിന്റെ റബ്ബിന്റെ ശിക്ഷ അത് പേടിക്കേണ്ടത് തന്നെയാണ്. അതിനെക്കുറിച്ച് നിർഭയരായിരിക്കാൻ പാടില്ലാത്തതാണ്. അതായിരുന്നു മുഅ്മിനുകളുടെ സ്വഭാവം. അവരിങ്ങനെ മതിമറന്ന് ആരെയും പേടിയില്ലാത്തതുപോലെ, അള്ളാഹുവിനെ ഭയമില്ലാത്തതുപോലെ, ഒന്നും പേടിക്കാനില്ലാത്തതുപോലെ ജീവിക്കുന്നവരല്ല. മറിച്ച് ഉൾക്കിടിലത്തോടെയാണ് ദുനിയാവിൽ അവർ കഴിയുക. ദുനിയാവിലെ സുഖങ്ങളും സൗകര്യങ്ങളും ലഭിക്കുമ്പോഴെല്ലാം അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം അവരുടെ ഹൃദയത്തിൽ വർദ്ധിക്കും. ദുനിയാവിൽ സുഖമോ സന്തോഷമോ കിട്ടിയാൽ റബ്ബിനെ മറക്കുന്ന, അവന്റെ ശിക്ഷയെ മറന്നുപോകുന്ന ആളുകളെയല്ല അവർ. സ്വർഗത്തിൽ അവർ പറയുകയാണ്, എന്ത്, നമ്മൾ നമ്മുടെ വീട്ടിൽ അള്ളാഹുവിനെ പേടിച്ചു കഴിഞ്ഞവരായിരുന്നു മുമ്പ്. അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നിർഭയത്വം നൽകി. അള്ളാഹു രണ്ട് കോപം നൽകുകയില്ല, രണ്ട് നിർഭയത്വവും നൽകുകയില്ല. ദുനിയാവിൽ അള്ളാഹുവിനെ പേടിച്ചവന് പരലോകത്ത് അള്ളാഹു നിർഭയത്വം കൊടുക്കും. ദുനിയാവിൽ നിർഭയനായി അള്ളാഹുവിനെ പേടിയില്ലാതെ കഴിഞ്ഞവനെ അള്ളാഹു ആഖിറത്തിൽ അവനെ പേടിപ്പിക്കും. അള്ളാഹു അവന് നിർഭയത്വം നൽകുകയില്ല. നസ്അലുല്ലാഹൽ ആഫിയ. ഖാലു ഇന്നാ കുന്നാ ഖബ്ലു ഫീ അഹ്ലിനാ മുശ്ഫിഖീൻ. ദുനിയാവിനെ കുറിച്ച് അവർ പറയുകയാണ്, ഞങ്ങൾ മുമ്പ് പേടിച്ചു കഴിഞ്ഞവരായിരുന്നു. ഫമന്നല്ലാഹു അലൈനാ വവഖാനാ അദാബസ് സമൂം. ഫമന്നല്ലാഹു അലൈനാ, അങ്ങനെ അള്ളാഹു ഞങ്ങൾക്ക് മിന്നത്ത് ചൊരിഞ്ഞു. ഫമന്നല്ലാഹു അലൈനാ, മന്നല്ലാഹ് എന്ന് പറഞ്ഞ അള്ളാഹു അനുഗ്രഹം ചൊരിഞ്ഞു. അള്ളാഹുവിന്റെ മിന്നത്ത് അഥവാ അനുഗ്രഹം. ഫമന്നല്ലാഹു അലൈനാ, അള്ളാഹു ഞങ്ങൾക്ക് അനുഗ്രഹം നൽകി. വവഖാനാ, നമ്മെ കാത്തുരക്ഷിച്ചു അള്ളാഹു അദാബസ് സമൂം. അദാബസ് സമൂം, സമൂം എന്നത് നരകമാണ് ഉദ്ദേശം. കടുത്ത തീയുള്ള, കടുത്ത ചൂടുള്ള തീയുള്ള നരകം സമൂം. ആ സമൂമിന്റെ ശിക്ഷയിൽ നിന്ന് നമ്മെ റബ്ബ് രക്ഷിച്ചു. ഫമന്നല്ലാഹു അലൈന, അള്ളാഹു നമുക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. വവഖാന, അവൻ നമ്മെ കാത്തുരക്ഷിച്ചു. അദാബസ് സമൂം, സമൂമിന്റെ ശിക്ഷയിൽ നിന്ന്. ഇമാം ഇബ്നു കസീർ പറയുകയാണ്, അതായത് ഫതസദ്ദഖ അലൈന, അള്ളാഹു അവന്റെ വാഗ്ദാനം നമ്മോട് പൂർത്തിയാക്കി. വജാറനാ മിമ്മ നഖാഫ്, പേടിച്ചു കഴിഞ്ഞതുകൊണ്ട് നമ്മൾ എന്താണോ പേടിച്ചത് അതിൽ നിന്ന് അള്ളാഹു നമുക്ക് രക്ഷ നൽകി. ഇന്നാ കുന്നാ മിൻ ഖബ്ലു നദ്ഊഹു ഇന്നഹു ഹുവൽ ബർറുർ റഹീം. ഇന്നാ കുന്നാ, ഞങ്ങളായിരുന്നു, മിൻ ഖബ്ലു, ഇതിനു മുൻപ്, നദ്ഊഹു, ആ റബ്ബിനോട് ദുആ ചെയ്തവരായിരുന്നു, അവനോട് പ്രാർത്ഥിച്ചവരായിരുന്നു. ഇന്നഹു, തീർച്ചയായും അവനാണ്, ഇന്നഹു ഹുവ, അവൻ തന്നെയാണ്, അൽ ബർറുർ റഹീം, അവൻ ബർറാണ്, അവൻ റഹീമാണ്. നോക്കൂ, സ്വർഗവാസികൾ അവർ നേടിയ വിജയത്തിനു ശേഷം പഴയ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. ദുനിയാവിൽ കണ്ടിട്ടില്ലേ ആളുകൾ വല്ല പരീക്ഷയിലോ വേണ്ട വല്ല കച്ചവടത്തിലോ വലിയ ലാഭം കിട്ടിയാൽ അവർ പ്രിയപ്പെട്ടവരോട് കൂടെ ഇരുന്ന്, ഞാൻ അങ്ങനെ ചെയ്തു, ഞാൻ ഇങ്ങനെ ചെയ്തു, അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ കിട്ടി, അൽഹംദുലില്ലാഹ്, ഇങ്ങനെ സന്തോഷത്തോടെ പരസ്പരം സംസാരിക്കുന്നത്. എന്നാൽ സ്വർഗത്തിലെത്തിയാൽ അതിനേക്കാൾ വലിയ വിജയം മറ്റൊന്നില്ല. അതുകൊണ്ട് അവർ അവരുടെ പ്രിയപ്പെട്ടവരുമായി കൂടിയിരുന്ന് പറയുകയാണ്, ദുനിയാവിൽ ഞങ്ങൾ ഇങ്ങനെയായിരുന്നു, അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിച്ചിരുന്നു, അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ രക്ഷപ്പെടുത്തി. ഇന്നാ കുന്നാ മിൻ ഖബ്ലു നദ്ഊഹു, നമ്മൾ അവനോട് ദുആ ചെയ്തവരായിരുന്നു, അവനോട് പ്രാർത്ഥിച്ചവരായിരുന്നു, അവനെ ഇബാദത്ത് ചെയ്തവരായിരുന്നു. ദുആ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ദുആ മസ്അല, രണ്ട് ദുആ ഇബാദ. ദുആ മസ്അല എന്ന് പറഞ്ഞാൽ നമ്മൾ അള്ളാഹുവിനോട് വല്ലതും ചോദിക്കുക. ദുആ ഇബാദ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏത് ഇബാദത്തിനും ആ ദുആ ഉണ്ട്, അതില്ലാതൊരു ഇബാദത്തുമില്ല. നമ്മുടെ ഇബാദത്ത്, നിസ്കാരത്തിൽ, സക്കാത്ത്, അതിനൊക്കെ ഒരു ദുആ ഉണ്ട്. ദുആ ഇബാദ, ദുആ ഇബാദ. അതല്ലാതെ അള്ളാഹുവിനോട് ചോദിക്കുക, ഓരോ കാര്യം ചോദിക്കുക, ദുആ മസ്അല, ചോദ്യത്തിന്റെ ദുആ. ഇങ്ങനെ ഇത് രണ്ടും ചെയ്തവരായിരുന്നു നാം. ഇന്നഹു ഹുവൽ ബർറുർ റഹീം, അല്ലാഹു ബർറാണ്, റഹീമാണ്. റഹീം എന്ന പേരിന്റെ അർത്ഥം നമുക്കറിയാം, ഏറെ റഹ്മത്ത് ചൊരിയുന്നവൻ, അവന്റെ സൃഷ്ടികൾക്ക് റഹ്മത്ത് ചൊരിയുന്നവനാണ് അവൻ. അതാണ് റഹീം എന്നാൽ. റഹ്മാൻ എന്നാൽ റഹ്മത്തുള്ളവനാണ്, അങ്ങേയറ്റം റഹ്മത്തുള്ളവനാണ് അവൻ. റഹീം എന്നാൽ അവന്റെ പടപ്പുകൾക്ക് അവൻ റഹ്മത്ത് കൊടുക്കുന്നവനാണ്.
എന്നാൽ അൽ ബർ എന്ന അള്ളാഹുവിന്റെ പേര് പരിശുദ്ധ ഖുർആനിൽ ഇവിടെ മാത്രമേ വന്നിട്ടുള്ളൂ. അൽ ബർ എന്ന അള്ളാഹുവിന്റെ പേര് വന്ന ഖുർആനിലെ ഒരേ ഒരു ആയത്താണ് ഈ ആയത്ത്, സൂറത്ത് തൂറിലെ ഈ ആയത്ത്. ഇന്നാ കുന്നാ മിൻ ഖബ്ലു നദ്ഊഹു ഇന്നഹു ഹുവൽ ബർറുർ റഹീം. സൂറത്തു അത്തൂറിലെ 28-ാമത്തെ ആയത്ത്. ഇതിൽ മാത്രമാണ് അള്ളാഹുവിന്റെ അൽ ബർ എന്ന പേര് വന്നിട്ടുള്ളത്. അതീവ നന്മ ചൊരിയുന്നവൻ, ബിർറ് ചെയ്യുന്നവൻ, നന്മ ചെയ്യുന്നവൻ എന്നാണ് അവന്റെ ആ പേരിന്റെ അർത്ഥം. അള്ളാഹു അൽ ബർറാണ്. അവന്റെ നന്മ അത് ആമാണ്, അതുപോലെ ഖാസാണ്. പൊതുവായ അവന്റെ നന്മയുണ്ട്, അതെല്ലാവർക്കും ലഭിച്ചിട്ടുണ്ട് ആ നന്മ. വലഖദ് കറംനാ ബനി ആദമ വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ ورزقناهم من الطيبات وفضلناهم على كثير ممن خلقنا تفضيلا. سورة الإسراء الله പറഞ്ഞു ولقد كرمنا بني آدم. ആദമിന്റെ മക്കളെ നാം ആദരിച്ചു. വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ. കടലിലും കരയിലും നാം അവനെ സഞ്ചരിപ്പിച്ചു, വാഹനപ്പുറത്തേറ്റി. വറസഖനാഹും മിനത് തയ്യിബാത്ത്. വിശിഷ്ടമായ ഭക്ഷണം നാം അവന് ഉപജീവനമായി നൽകി. വഫദ്ദൽനാഹും. നാം അവന് ശ്രേഷ്ഠത നൽകി. അലാ കസീരിൻ മിമ്മൻ ഖലഖനാ തഫ്ദീലാ. നാം സൃഷ്ടിച്ച ഒരുപാട് പടപ്പുകൾക്ക് മേൽ മനുഷ്യന് നാം ശ്രേഷ്ഠത നൽകി. ഇതെല്ലാവർക്കും അള്ളാഹു നൽകിയ അവന്റെ ബിർ, അവന്റെ നന്മയുടെ ഭാഗമാണ്. എന്നാൽ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്ന മുഅ്മിനുകൾക്ക് അള്ളാഹു അതിലപ്പുറത്ത് പ്രത്യേകമായി നന്മ ചൊരിയുന്നു. അവൻ ബർറാണ്, ഏറെ നന്മ ചൊരിയുന്ന റബ്ബാണ്. റഹീമാണ് അവൻ. അവൻ ലത്തീഫാണ്, ഏറെ കാരുണ്യവും അനുകമ്പയും ചൊരിയുന്ന റബ്ബാണ്. അവൻ എളുപ്പം തന്നിരിക്കുന്നു, അവൻ ആഫിയത്ത് തന്നിരിക്കുന്നു, ഒരുപാട് നിഅമത്തുകൾ അവൻ ചൊരിഞ്ഞിരിക്കുന്നു. ഇന്നാ കുന്നാ മിൻ ഖബ്ലു നദ്ഊഹു ഇന്നഹു ഹുവൽ ബർറുർ റഹീം. ഇതാണ് സ്വർഗവാസികൾ ആഹ്ലാദത്തോടെ അവർ പരസ്പരം പറയുന്നത്. നമ്മുടെ മുൻഗാമികളായ ചില സലഫുകൾ അവർ ദുആ ചെയ്തതായി കാണാം. അല്ലാഹുമ്മ മുന്ന അലൈനാ വഖിനാ അദാബസ് സമൂം ഇന്നക അൻതൽ ബർറുർ റഹീം. ഈ ആയത്തിൽ വന്ന ദുആ, അഥവാ സ്വർഗവാസികൾ മുമ്പ് ദുആ ചെയ്യാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞ ദുആ, ഈ ആയത്തുകൾ ഉൾപ്പെട്ട കാര്യം ചോദിച്ചത് കാണാം. അല്ലാഹുമ്മ മുന്ന അലൈന, അല്ലാഹു ഞങ്ങൾക്ക് നീ മിന്നത്ത് ചൊരിയണമേ. വഖിന അദാബസ് സമൂം, സമൂമാകുന്ന നരകത്തിയിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷിക്കണമേ. ഇന്നക അൻതൽ ബർറുർ റഹീം, നീയാണ് ബർറും റഹീമും. അള്ളാഹുവിന്റെ പേരുകൾ എടുത്തു പറഞ്ഞ് അവനോട് ദുആ ചെയ്യുക എന്നത് അത് ഉത്തരം ലഭിക്കാൻ ഉള്ള ഒരു മാർഗമാണ്. അള്ളാഹു പറയുന്നു ഫദക്കിർ ഫമാ അൻത ബിനിഅമതി റബ്ബിക ബികാഹിനിൻ വലാ മജ്നൂൻ. നോക്കൂ, ഈ ആയത്ത് മുതൽ സൂറത്ത് അത്തൂറിലെ ഈ ആയത്ത് മുതൽ 29-ാമത്തെ ആയത്ത് മുതൽ പിന്നീടുള്ള ഒരുപാട് ആയത്തുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിൽ വിശ്വസിക്കാത്ത പ്രത്യേകിച്ച് മക്കയിലെ മുശ്രിക്കുകൾ അവരുടെ ഓരോ ദുർന്യായങ്ങളും അതിനുള്ള അള്ളാഹുവിന്റെ ശക്തമായ മറുപടിയും ഈ ആയത്തുകളിൽ കാണാം. ഫദക്കീർ, ഓ നബിയെ താങ്കൾ ഉത്ബോധനം നടത്തുക, അവരെ ഓർമ്മപ്പെടുത്തുക, അവരെ താക്കീത് ചെയ്യുക. ഫമാ അൻത ബിനിഅമതി റബ്ബിക ബികാഹിനിൻ വലാ മജ്നൂൻ. ഫമാ അൻത, ഓ നബിയെ താങ്കളല്ല, ബിനിഅമതി റബ്ബിക താങ്കളുടെ റബ്ബിന്റെ അനുഗ്രഹത്താൽ, ബികാഹിൻ ഒരു കാഹിനല്ല, വല മജ്നൂൻ ഒരു മജ്നൂനുമല്ല. ഓ നബിയെ താങ്കൾ അവരെ ഓർമ്മപ്പെടുത്തുക, താങ്കളുടെ റബ്ബിന്റെ നിഅമത്ത് കൊണ്ട് താങ്കൾ ഒരു കാഹിനോ മജ്നൂനോ അല്ല. എന്താണ് കാഹിൻ എന്നാൽ? ഇമാം ഇബ്നു കസീർ പറയുകയാണ്, വൽ കാഹിനു അല്ലദീ യഅതീഹി الرؤى من الجان بالكلمة يتلقاها من خبر السماء. കാഹിൻ എന്നാൽ പൈശാചിക സേവയുള്ള ജ്യോത്സ്യന്മാർ, അങ്ങനെയുള്ള ആളുകൾ. അവർക്ക് പിശാചുക്കൾ മലായിക്കത്തിന്റെ സംസാരം കട്ടുകേൾക്കുകയും എന്നിട്ട് അതിൽ 100 കളവുകൾ ചേർത്ത് എത്തിച്ചു കൊടുക്കുകയും ചെയ്യും. എന്തിനു വേണ്ടി? ഇങ്ങനെ പോലത്തെ ഒരു ജ്യോത്സ്യനെ കൊണ്ട് ഒരുപാട് പേരെ വഴിതെറ്റിക്കാം.
കാരണം അങ്ങനെയുള്ള ജ്യോത്സ്യന്മാർ, ഭാവി അറിയാമെന്ന് വാദിക്കുന്ന ആളുകൾ അവരുടെ അടുത്ത് ചെന്നാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും അവന്റെ അടുത്ത് ചെന്ന് فصدقه من أتى كاهنا أو عرافا فصدقه بما يقول فقد كفر بما أنزل على محمد صلى الله عليه وسلم. ജ്യോത്സ്യന്മാരുടെയോ ഭാവി അറിയാമെന്ന് വാദിക്കുന്നവരുടെയോ അരികിലേക്ക് ആരെങ്കിലും ചെന്ന് അവൻ പറയുന്നത് വിശ്വസിച്ചാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിച്ചതിൽ അവൻ കാഫിറായിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണ്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും ഒരു ജ്യോത്സ്യന്റെ അടുത്തേക്ക് ചെന്നു എന്നിട്ട് അവൻ പറയുന്നത് കേട്ടു, ലം തുഖ്ബൽ ലഹു സ്വലാത്തു 40 ലൈല, അവന്റെ 40 ദിവസത്തെ നിസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല. ഇതാണ് ജ്യോത്സ്യന്മാരുടെ, കാഹിനീങ്ങളുടെ അരികിലേക്ക് പോകുന്നവരുടെ സ്ഥിതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവരെ കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ ലൈസു ബിശൈഇ, അവർ യാതൊന്നുമല്ല, അവരൊരു ചുക്കുമല്ല. അപ്പൊ സഹാബത്ത് ചോദിച്ചു, നബിയെ, അവർ പറയുന്ന ചിലത് സത്യമാകുന്നത് കാണുന്നുവല്ലോ. റസൂലുള്ളാഹി പറഞ്ഞു, അത് അവരുടെ മിത്രമായ അവന്റെ വലിയായ പിശാച്, മലക്കുകളുടെ സംസാരം, അള്ളാഹു അവരെ അറിയിച്ച നാളെ നടക്കാൻ പോകുന്ന വല്ലതും, അള്ളാഹു അറിയിച്ച ചിലത്, അത് അള്ളാഹുവിന് മാത്രം അറിയുന്ന ഗൈബല്ല. അവൻ പടപ്പിന് അറിയിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് ഗൈബല്ല. അത് അറിയാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് ആപേക്ഷികമായ ഗൈബായിരിക്കും. ഇവിടെ തലശ്ശേരി ടൗണിൽ എന്താ നടക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഗൈബാണ്. പക്ഷെ അത് ആപേക്ഷികമായ ഗൈബാണ്. അവിടെ ഉള്ളവർക്ക് അത് ഗൈബല്ല. അവിടെ ഉള്ളവർക്ക് അത് ഗൈബല്ല. ഇങ്ങനെ പടപ്പുകൾക്ക് അള്ളാഹു അറിയിച്ചു കൊടുത്ത, മലായിക്കത്തിന് അറിയിച്ചു കൊടുത്ത ചിലത് പിശാച് കട്ടുകൾക്കും. എന്നിട്ട് അവന്റെ വലിയായ ജ്യോത്സ്യനെ കൊണ്ടുപോയി കുറുകി കൊടുക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കോഴി കുറുകുന്നത് പോലെ, കോഴി കുറുകുന്നത് പോലെ കുറുകി കൊടുക്കും. ഇവൻ അതിന്റെ കൂടെ 100 കളവ് കൂട്ടി വരുന്നവന് പറഞ്ഞു കൊടുക്കും. പക്ഷേ വിവരമില്ലാത്ത ആളുകൾക്ക് ഈ ഒരൊറ്റ സത്യം മതി, 100 കളവ് കുഴപ്പമില്ല. കാണുന്നില്ലേ ചില ജ്യോത്സ്യന്മാർ കിണറ്റിലും പുഴയിലൊക്കെ മന്ത്രിച്ചൂതി കൊടുക്കുന്ന ചില ആളുകൾ. ഇതുപോലുള്ള ആളുകളുടെ അടുത്തേക്ക് പോയിട്ട് എത്ര കഥകളാണ് ശിഫയായ കഥ, കുറേ കാലം ആയി മാറാത്ത രോഗം മാറിയ കഥ, കുട്ടികളില്ലാതെ ഒരുപാട് കാലം നടന്ന ആളുകൾക്ക് ഇയാളുടെ വെള്ളം കുടിച്ചപ്പോ കുട്ടിയായ കഥ, ഇങ്ങനൊക്കെ ഒരുപാട് കഥകൾ പറയാനുണ്ടാവും. അതിന്റെ എത്ര ഇരട്ടി ആളുകൾ അവിടെ പോയിട്ട് ഒന്നുമില്ലാതെ മടങ്ങിയിട്ടുണ്ടാവും. അതൊന്നും വേണ്ട, ഈ കഥ മതി ഇതുപോലുള്ള കാര്യങ്ങളിൽ വിശ്വസിക്കാൻ. ഓ സഹോദര, ഇതുപോലുള്ള കഥകൾ ഹക്കിന്റെ, സത്യത്തിന്റെ മാനദണ്ഡമാണോ? ഒരിക്കലുമല്ല. ഹക്കിന്റെ മാനദണ്ഡമാണെങ്കിൽ പെരുങ്കള്ളന്മാർ, മസീഹുദ് ദജ്ജാലിനെ പോലെയുള്ള കള്ളന്മാർ വലിയ വലിയ അത്ഭുതം കാണിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലേ? അവർ പറഞ്ഞത് സത്യമാകുമോ? ഇല്ല. അപ്പൊ ഇതുപോലത്തെ ജ്യോത്സ്യന്മാരെ പിശാച് സഹായിക്കും. എന്തിനാ? ഈ ഒരു ജ്യോത്സ്യനെ കൊണ്ട് ഒരുപാട് ആളുകളെ കാഫറാക്കാം. ഈ ഒരൊറ്റ ആൾ ദൈവത്തെ കൊണ്ട് ഒരുപാട് പേരെ വലാലത്തിലെത്തിക്കാം. അതിനുവേണ്ടി ചില ചപ്പടി വിദ്യകൾ, ചില കാര്യങ്ങൾ കാണിച്ചു കൊടുക്കും. അതല്ല ഇമാം ശാഫിഈ പറഞ്ഞത്, ഒരാൾ ആകാശത്ത് കൂടെ പറക്കുന്നത് കണ്ടാലും കടലിന് മുകളിലൂടെ നടക്കുന്നത് കണ്ടാലും നീ അവൻ അള്ളാന്റെ വലിയാന്ന് പറയരുത്. അവന്റെ അമല് നോക്ക്, ഖുർആനോടും സുന്നത്തിനും യോജിച്ചതാണോ, എന്നാലേ ആള് അള്ളാഹുവിന്റെ വലിയാവുകയുള്ളൂ. ഈമാനും തഖ്വയും ഉള്ളവരാണ് അള്ളാഹുവിന്റെ വലി. അള്ളാഹുവിന്റെ വലി ഒരിക്കലും പറയില്ല ഞാൻ അള്ളാന്റെ വലിയാണ്, എനിക്ക് കറാമത്തുണ്ട്, ഇങ്ങോട്ട് വാ, എന്റെ തരീഖത്തിൽ കൂടിക്കോ എന്ന് പറയില്ല. അത് പറഞ്ഞാൽ തന്നെ മനസ്സിലായിക്കോ അവൻ അള്ളാഹുവിന്റെ വലിയല്ല. അള്ളാഹുവിന്റെ ഔലിയ അങ്ങനെ പറയുകയില്ല. അവൻ പിശാചിന്റെ വലിയായിരിക്കണം. ഔലിയ ശൈത്താൻ, അവർക്ക് അങ്ങനെയും വലിയുണ്ട്, അവർക്കും വലിയുണ്ട്. ഔലിയ ശൈത്താൻ. ഇങ്ങനെ ജ്യോത്സ്യന്മാർ, അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവരിൽ ഒരാളാണെന്ന് ചില ആളുകൾ പറയുകയുണ്ടായി. കാഹിൻ എന്നാൽ പിശാച് വന്ന് മലക്കുകളിൽ നിന്നുള്ള വാക്ക് കട്ടുകേട്ട് അത് ശൈത്താൻ ഇട്ടുകൊടുക്കുന്ന ആൾ, അയാൾക്കാണ് കാഹിൻ എന്ന് പറയുക. അപ്പൊ അയാളിങ്ങനെ പലതും പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള ആളാണ് നബി എന്ന് ചില ആളുകൾ പറയുകയുണ്ടായി. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും കാഹിനല്ല. വല മജ്നൂൻ,
അവിടുന്ന് ഒരു മജ്നൂനല്ല. മജ്നൂൻ ആരാണ്? വഹുവ അല്ലദീ യതഖബ്ബതുഹു ശൈത്താനു മിനൽ മസ്. മജ്നൂൻ എന്ന വാക്കിൽ തന്നെ മനസ്സിലാവും, ജിന്നു കൂടിയവൻ എന്നാണ് അർത്ഥം. മജ്നൂൻ ശരീരത്തിൽ ജിന്നു ബാധിച്ചവൻ, അതാണ് മജ്നൂൻ എന്ന് പറയാം. ജിൻ അത് ബാധിച്ചവൻ, അവൻ ഭ്രാന്തനെ പോലെ പെരുമാറും. പല ഭ്രാന്തും ഇതുപോലുള്ള കാര്യങ്ങളും പിശാചി ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ്. എന്നിട്ട് ഇങ്ങനത്തെ ആളുകളെയും കൂട്ടി ഏതെങ്കിലും ദർഗയിലോ അല്ലെങ്കിൽ ഷിർക്കിന്റെ വേറെ ഏതെങ്കിലും കേന്ദ്രത്തിലോ പോയാൽ പിശാച് ഇറങ്ങിപ്പോവും. ഇതിനു വേണ്ടിയിട്ടാ, കാരണം ആള് കാഫറായില്ലേ, എത്താൻ ഇനി എന്തിനാ അവൻ ആവശ്യം? ഇനി അവന്റെ ഉദ്ദേശം നടന്നു, അതുകൊണ്ട് പിശാച് ഇറങ്ങിപ്പോവും. ഇങ്ങനെ പറഞ്ഞു ആള് വിചാരിക്കൂ, കണ്ടോ അവിടെ പോയിട്ടാണ് മാറിയത്. നിങ്ങളിനി എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ വിശ്വസിക്കൂല. നിങ്ങളിൽ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, ആ ദർഗയിൽ പോയിട്ടാണ് നമ്മളെ മാറാത്ത അസുഖം മാറിയത്. ആ ഉസ്താദ് കെട്ടി ഉറുക്ക് കിട്ടിയപ്പോഴാണ് നമ്മുടെ അസുഖം മാറിയത്. അത് ശൈത്താൻ കളിച്ചതാണ്. കാരണം പിശാചിന് ചില ആളുകളെ വഴിതെറ്റിക്കാൻ അവൻ ഇങ്ങനെയുള്ള മാർഗങ്ങൾ പ്രയോഗിക്കും. അവനാകെ ജനങ്ങളെ കാഫറാക്കുകയാണ് വേണ്ടത്. സഹോദരങ്ങൾ, അതൊന്നും ഒരിക്കലും ഹക്കിന്റെ മാനദണ്ഡമല്ല. പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഏതുണ്ടാകട്ടെ, അള്ളാഹു അതിൽ നിന്നെല്ലാം നമ്മെ കാത്തി രക്ഷിക്കുമാറാകട്ടെ. പക്ഷേ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായാൽ അള്ളാഹുലേക്ക് മാത്രം തിരിയുക, അവനോട് മാത്രം ദുആ ചെയ്യുക, അതാണ് വേണ്ടത്. കാരണം ആരോഗ്യത്തെക്കാൾ സമ്പത്തിനേക്കാൾ എല്ലാത്തിനേക്കാളും നമുക്ക് വലുത് നമ്മുടെ ഈമാനാണ്. അത് നഷ്ടപ്പെട്ടു പോയിട്ട് പിന്നെ എന്ത് പ്രയാസം നീങ്ങിയിട്ട് എന്ത് കാര്യം? കാരണം കുഫറിൽ പെടുക എന്നുള്ളതിനെക്കാട്ടും വലിയ പ്രയാസം എന്താ? കുഫറിൽ പെട്ടുപോവുക, ശിർക്കിൽ പെട്ടുപോവുക, ഈമാൻ നശിക്കുക, അതിനേക്കാൾ വലിയ പ്രയാസം വേറൊന്നുമില്ല. അതാണ് ഏറ്റവും വലിയ ദുരന്തം, അതാണ്. അപ്പോ ഈമാൻ ഇല്ലാതായിട്ട് പിന്നെ ഏത് പ്രയാസം നീങ്ങിയിട്ട് എന്ത് കാര്യം? പണ്ഡിതന്മാര് പറഞ്ഞിട്ടുള്ളതുപോലെ തഖ്വ അത് നഷ്ടപ്പെട്ടു പോയ എന്തിനും അത് പകരം നിൽക്കും. തഖ്വ നഷ്ടപ്പെട്ടാൽ ഒന്നും അതിന് പകരം നിൽക്കുകയില്ല. അല്ലാഹുവിലുള്ള യഥാർത്ഥ ഈമാൻ, റബ്ബിനെ സൂക്ഷിച്ച് നീ ജീവിക്കുക, അത് ഏത് നഷ്ടത്തിനും നിനക്ക് പകരം നിൽക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന വലിയ നിഅമത്താണത്, അതിനുള്ള തൗഫീഖ്. അത് പോയാലോ എന്തുണ്ടായിട്ട് എന്ത് കാര്യം? തടിമുടുക്കോ പണമോ അധികാരമോ ഒന്നും ഉണ്ടായിട്ട് കാര്യമില്ല. അല്ലാഹുവിങ്കൽ അവന് യാതൊരു വിലയുമില്ല, റബ്ബിങ്കൽ അവന് ഒരു വിലയുമില്ല. ومن يشرك بالله فكأنما خر من السماء فتخطفه الطير أو تهوي به الريح في مكان سحيق. അല്ലാഹുൽ പങ്കുചേർത്തവൻ ആകാശത്തു നിന്ന് വീണവനെ പോലെയാണ്. അവനെ പക്ഷികൾ റാഞ്ചിയെടുക്കുകയോ വിദൂരമായ വല്ല പ്രദേശത്തും കാറ്റവനെ കൊണ്ടുപോയി തള്ളുകയോ ചെയ്യും. നോക്കൂ, ശിർക്കിൽപ്പെട്ട ആളുകൾ അള്ളാഹു പറഞ്ഞത് എത്ര ഹക്കാണ് നമുക്ക് കാണാൻ കഴിയും. മുകളിൽ താഴേക്ക് പതിച്ചതുപോലെ അവന്റെ സ്ഥിതി അങ്ങനെയായിരിക്കും. ഒരു ഖറാർ, ഒരു സ്ഥലത്തൊരു സ്ഥിരതയോ ഒരു സമാധാനമോ അവനുണ്ടാവുകയില്ല. ഒരു കേന്ദ്രത്തിൽ നിന്ന് അടുത്തയിലേക്ക്, ഒരു ദർഗയിൽ നിന്ന് അടുത്ത ദർഗയിലേക്ക്, ഒരു കാവിൽ നിന്ന് വേറെ കാവിലേക്ക്, ഇങ്ങനെ അവൻ പോയിക്കൊണ്ടേയിരിക്കും. എന്നാൽ അള്ളാഹുവിൽ അവലംബിച്ചവൻ, അള്ളാഹുവിനോട് മാത്രം തേടുന്നവൻ, അവനെ സംബന്ധിച്ചിടത്തോളം അവൻ വലിയ സമാധാനത്തിലാണ്. അവനാണ് മുകളിലുള്ളവൻ. അള്ളാഹുവെങ്കിൽ സ്ഥാനമുള്ളവൻ അവനാണ്. അള്ളാഹു നമ്മെ തൗഹീദിൽ ഉറപ്പിച്ചു നിർത്തുമാറാകട്ടെ. ഇങ്ങനെ ഒരു മജ്നൂനോ ഒരു കാഹിനോ അല്ല നബിയെ താങ്കൾ. അവർ ഇതുപോലുള്ള കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ആരോപിച്ചിരുന്നു. അം യഖൂലൂന, അതല്ല അവർ പറയുകയാണോ, ശാഇറുൻ നതറബ്ബസു ബിഹി റൈബൽ മനൂൻ. അം യഖൂലൂന ശാഇറുൻ നതറബ്ബസു ബിഹി റൈബൽ മനൂൻ. അം യഖൂലൂന, അവർ പറയുകയാണോ ശാഇർ, ഇതൊരു കവിയാണ്. നബിയെ കുറിച്ച് മുശ്രിക്കുകൾ പറഞ്ഞ മറ്റൊരു കാര്യമാണ്, ഒരു കവിയുണ്ട്, കവിത പാടുകയാണ്. നതറബ്ബസു ബിഹി, ഞങ്ങൾ കാത്തിരിക്കുകയാണ് അയാളുടെ കാര്യത്തിൽ. റൈബൽ മനൂൻ, റൈബൽ മനൂൻ എന്ന് പറഞ്ഞാൽ അത് മരണത്തിന് റൈബൽ മനൂൻ എന്ന് പറയും. ഒരാളുടെ അയാൾക്ക് അയാളുടെ മനീയത്തെത്തി എന്ന് പറഞ്ഞാൽ മരണമെത്തി എന്ന് പറയാറുണ്ട്. അതുപോലെ കാലവിപത്തുകൾ, കാലം നീങ്ങും പല പല വിപത്തുകൾ, ഇതിനൊക്കെ റൈബൽ മനൂൻ എന്ന് അറബികൾ പറയും. ഇതൊരു കവിയാണ്. പണ്ട് കുറെ കവികൾ ഉണ്ടായിട്ടുണ്ട്, അവരൊക്കെ മരിച്ചില്ലേ എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ മരിച്ചാൽ ശല്യം തീരും എന്ന് മുശ്രിക്കുകളിൽ ചിലർ പറഞ്ഞിരുന്നു. ഇമാം ഖുർത്തുബിയുടെ തഫ്സീറിൽ കാണാം, അവർ ചിലർ പറഞ്ഞത്രേ, ഇയാളുടെ ഉപ്പ വലിയ പ്രായമൊന്നുമില്ലാതെ മരിച്ചില്ലേ എന്നതുപോലെ കുറച്ച് കഴിയുമ്പോ മരിച്ചോളും, അപ്പൊ നിങ്ങൾക്ക് ശല്യം തീരും. സുബ്ഹാനല്ലാഹ്.
ഒന്നാലോചിച്ച് നോക്കി, എന്തൊക്കെ മോശമായ വാക്കുകളാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടത്. എന്തൊക്കെ വേദനിപ്പിക്കുന്ന മുറിപ്പെടുത്തുന്ന വാക്കുകളാണ് അവർ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞത്. എന്തൊക്കെയാണ് റസൂൽ സഹിച്ചത് ഈ ദീനിനു വേണ്ടി? അള്ളാഹു പഠിപ്പിച്ച ഹക്കിൽ അടിയുറച്ചു നിന്നതിന്റെ പേരിൽ. നാം യഖൂലൂന ശാഇറുൻ, അതല്ല അവർ പറയുകയാണോ ഷായർ, വെറും കവിയാണ്. നതറബ്ബസു ബിഹി റൈബൽ മനൂൻ, നമ്മൾ മരിക്കാൻ കാത്തിരിക്കുകയാണ്. നോക്കൂ അതിനുള്ള മറുപടി. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിന്റെ മറുപടി, അതിനോളം കൃത്യമായ മറുപടി, അതിനോളം കൽബുള്ളവന്റെ കൽവിൽ തട്ടുന്ന മറുപടി എന്തുണ്ട്? ഖുൽ തറബ്ബസൂ ഫഇന്നി മഅകും മിനൽ മുതറബ്ബിസീൻ. ഖുൽ, പറയൂ നബിയെ, തറബ്ബസൂ, അതെ നിങ്ങൾ കാത്തിരിക്കൂ. ഫഇന്നി മഅകും മിനൽ മുതറബ്ബിസീൻ, ഞാനും നിങ്ങളുടെ കൂടെ കാത്തിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, എന്തൊരു വലിയതായ മറുപടിയാണത്. നബി മരിക്കാൻ കാത്തിരിക്കുന്നു, നബിക്ക് എന്തെങ്കിലും സംഭവിക്കാൻ കാത്തു നിൽക്കുന്നവർ, അവരോട് പറയൂ, ഞാനും കാത്തിരിക്കുകയാണ്. നിങ്ങൾ കാത്തിരിക്കുകയാണല്ലോ, ഞാനും കാത്തിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഖുൽ തറബ്ബസൂ ഫഇന്നി മഅകും മിനൽ മുതറബ്ബിസീൻ. ഇബ്നു കസീർ പറയുന്നു, ഐ ഇൻതദിറൂ, നിങ്ങൾ കാത്തിരിക്കൂ. ഫഇന്നി മുൻതദിറും മഅകും, ഞാനും നിങ്ങളുടെ കൂടെ കാത്തിരിക്കുകയാണ്. വസതഅലമൂന, നിങ്ങൾ ഭാവിയിൽ വൈകാതെ അറിയും, ലിമൻ തകൂനുൽ ആഖിബതു വന്നുസ്റതു ഫിദ്ദുനിയ വൽ ആഖിറ, ഈ ലോകത്തും പരലോകത്തും ആർക്കാണ് അള്ളാഹുവിന്റെ സഹായം ലഭിക്കുന്നത്, ആർക്കാണ് അന്തിമ വിജയം ഉണ്ടാകുന്നത്, നിങ്ങൾ വഴി അറിഞ്ഞുകൊള്ളൂ. നിങ്ങൾ കാത്തിരിക്കുകയാണോ? ഞാനും കാത്തിരിക്കാം, ഞാനും കാത്തിരിക്കുകയാണ്. അം തഅമുറുഹും അഹ്ലാമുഹും ബിഹാദാ അം ഹും ഖൗമുൻ താഗൂൻ. അള്ളാഹു അവരുടെ ഓരോ ദുർന്യായങ്ങളെയായി പൊളിക്കുന്നത് നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ജ്യോത്സ്യനോ ഒരു ഭ്രാന്തനോ അല്ല, മറിച്ച് ഏറ്റവും നല്ല ബുദ്ധിയുള്ള, ഏറ്റവും പൂർണ്ണമായ അഖലുള്ള നബിയാണ്. അതുപോലെ അതവർക്ക് നന്നായിട്ട് അറിയാം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കവിയല്ല. വമാ അല്ലംനാഹു ശിഅറ വമാ യൻബഗി ലഹു ഇൻ ഹുവ ഇല്ലാ ദിക്റു വഖുർആനും മുബീൻ. നബിക്ക് നാം കവിത പഠിപ്പിച്ചിട്ടില്ല. വമാ യൻബഗി ലഹു, നബിക്ക് അത് യോജിക്കുകയുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതൊട്ട് യോജിക്കുകയുമില്ല. ഇൻ ഹുവ ഇല്ലാ ദിക്റു വഖുർആനും മുബീൻ, ഇത് ഖുർആനാണ്, വ്യക്തമായ ഖുർആനാണ്, അല്ലാഹുവിൽ നിന്നുള്ള ദിക്റാണ്, അവന്റെ ഓർമ്മപ്പെടുത്തലാണ്, ഉത്ബോധനമാണ്. അം തഅമുറുഹും, അതല്ല അവരോട് കൽപ്പിക്കുകയാണോ, അഹ്ലാമുഹും, അവരുടെ ബുദ്ധിയാണോ അവരോട് ഇത് കൽപ്പിക്കുന്നത്, ബിഹാദ, ഇത് അവരുടെ ബുദ്ധിക്കനുസരിച്ചുള്ള പ്രവർത്തനമാണോ അവർ ചെയ്യുന്നത്, അം, അതല്ല, ഹും, അവർ, ഖൗമുൻ, ഒരു കൂട്ടരാണോ, താഗൂൻ, അതിക്രമികളായ ഒരു കൂട്ടരാണോ. ഇത് അറബിയിലെ ഒരു പ്രയോഗമാണ്. എന്ന് പറഞ്ഞാൽ അവരുടെ ബുദ്ധി, അവരുടെ നേരായ ബുദ്ധി കൽപ്പിക്കുന്ന കാര്യമാണോ ഇത്, അതല്ല അവർ അതിക്രമികളാണോ എന്ന് പറഞ്ഞാൽ അവർ അതിക്രമികളാണ് എന്നാണ്. ബൽ ഹും ഖൗമുൻ താഗൂൻ എന്ന് പറഞ്ഞ അർത്ഥമാണ് എന്നാണ്. അം തഅമുറുഹും അഹ്ലാമുഹും ബിഹാദാ. ഇമാം ഇബ്നു കസീർ പറയുന്നു, ഐ ഉഖൂലുഹും, അവരുടെ ബുദ്ധിയാണോ, തഅമുറുഹും, ഇത് അവരോട് കൽപ്പിക്കുന്നത്, ബിഹാദ അല്ലദീ യഖൂലൂനഹു ഫീക, ഓ നബിയെ താങ്കളെ കുറിച്ച് അവർ പറഞ്ഞുണ്ടാക്കുന്ന കാര്യം, മിനൽ അഖാവീലിൽ ബാത്തിലത്തി അല്ലതി യഅലമൂന ഫി അൻഫുസിഹിം അന്നഹാ കദിബുൻ വസൂർ, താങ്കളെ കുറിച്ച് അവർ പറയുന്ന ബാത്തിലായ കളവായ വർത്തമാനം അത് വെറും പൊള്ളയാണെന്നും അത് കെട്ടിച്ചമച്ചുണ്ടാക്കിയ കാര്യമാണെന്നും അവർക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ അവരുടെ അഖലാണോ അവരോട് ഇത് കൽപ്പിക്കുന്നത്, അം ഹും ഖൗമുൻ താഗൂൻ, അതല്ല അവർ അതിക്രമികളായ ഒരു കൂട്ടരാണോ, ഐ, അതായത് വലാകിൻ ഹും ഖൗമുൻ താഗൂൻ, അവർ അതിക്രമികളായ ഒരു ഖൗമാണ്. ദുല്ലാലുൻ മുആനിദൂൻ, വഴിപിഴച്ചവരാണ്, എന്നാലോ മുആനിദൂൻ, ധിക്കാരികളാണ്, വഴികേടിൽ കരുതിക്കൂട്ടി കഴിയുന്ന, ധിക്കാരത്തോടെ കഴിയുന്ന ആളുകളാണ്. ഫഹാദാ ഹുവല്ലദീ യഹ്മിലുഹും അലാ മാ ഖാലൂഹു ഫീക, ഓ നബിയെ താങ്കളെ കുറിച്ച് ഇതൊക്കെ പറയാൻ അവരെ പ്രേരിപ്പിക്കുന്നത് അതാണ്, അവരുടെ തുകയാൻ, അവരുടെ അതിക്രമം, അതുകൊണ്ടാണ് അവരിത് പറയുന്നത്. അം യഖൂലൂന തഖവ്വലഹു ബൽ ലാ യുഅ്മിനൂൻ ഫലിയഅ്തൂ ബിഹദീസിൻ മിസ്ലിഹി ഇൻ കാനൂ സാദിഖീൻ. അം യഖൂലൂൻ, അതല്ല അവർ പറയുകയാണോ, തഖവ്വലഹു, ഈ നബി ഇത് കെട്ടിച്ചമച്ചതാണെന്ന്. ഇതൊരു മുതഖവ്വലായ ഖൗലാണ്,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വയം കെട്ടിച്ചമച്ച വർത്തമാനമാണ് ഈ ഖുർആൻ എന്നാണ് അവർ പറയുന്നത്. ബൽ അല്ല, ലാ യുഅ്മിനൂൻ, അവർ വിശ്വസിക്കുന്നില്ല. ഫൽയഅ്തു, എങ്കിൽ അവർ കൊണ്ടുവരട്ടെ, ബിഹദീസിൻ മിസ്ലിഹി, ഇതുപോലൊരു വർത്തമാനം. ഇൻ കാനൂ സാദിഖീൻ, അവരീ പറയുന്നത് സത്യമാണെങ്കിൽ ഇതുപോലൊന്ന് അവർ കൊണ്ടുവരട്ടെ. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ട അറബികൾ അവർ വളരെയധികം ഫസാഹത്തുള്ള ആളുകളായിരുന്നു. ഭാഷയിൽ വലിയ കഴിവുള്ള ആളുകൾ, വലിയ കവികൾ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. കവിതയുടെ വലിയ മത്സരങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. അതിൽ വിജയിച്ച കവിതകൾ സ്വർണം കൊണ്ട് എഴുതി കഅബയിൽ കെട്ടിത്തൂക്കിയിരുന്നു. അതിൽ ഭാഷയിൽ പരസ്പരം, അതിലുള്ള കഴിവിൽ പരസ്പരം മത്സരിച്ചിരുന്ന ഒരു ഖൗമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പൊതുവെ നബിമാർക്ക് നൽകുന്ന ആയത്തുകൾ, നബിമാർക്ക് നൽകുന്ന അത്ഭുത കാര്യങ്ങൾ ആ ഖൗമിന്റെ പൊതു സ്വഭാവത്തിനനുസരിച്ചായിരിക്കും. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അള്ളാഹു വടിയിട്ടാൽ പാമ്പാവുക, അതുപോലെ അവിടുത്തെ കൈ അത് കക്ഷത്തിലേക്ക് കൊണ്ടുപോയി പുറത്തെടുത്താൽ തിളങ്ങുന്നതായി തീരുക, ഇങ്ങനെയുള്ള ദൃഷ്ടാന്തങ്ങൾ നൽകിയിരുന്നു. മൂസാ നബിയുടെ ഖൗം അവർ സിഹറിൽ, മാന്ത്രിക വിദ്യ, മാജിക്, ഇതുപോലുള്ള കാര്യങ്ങൾ വലിയ അതിൽ മത്സരിച്ചിരുന്ന, അതിൽ മുന്നേറിയ ആളുകളായിരുന്നു. അള്ളാഹു മൂസ അലൈഹി സ്വലാത്തു വസ്സലാമെ അയച്ചത് അവർക്കാർക്കും കൊണ്ടുവരാൻ സാധിക്കാത്ത അത്ഭുതവുമായിട്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ പകരം ഇങ്ങനെയുള്ള ആളുകളെയാണ് കൊണ്ടുവന്നത്. ഈസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് അവർ വൈദ്യം, ചികിത്സ, ഇതുപോലുള്ള കാര്യത്തിൽ മുന്നേറിയവരായിരുന്നു. ഈസ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അള്ളാഹു നൽകിയ ആയത്ത് നോക്കൂ, വെള്ളപ്പാണ്ടുകാരൻ, അതുപോലെ കാഴ്ച നഷ്ടപ്പെട്ട, കാഴ്ചയില്ലാത്ത ആൾ, ഇവരെ ഈസാ നബി തടവിയാൽ അള്ളാഹുവിന്റെ അനുമതിയോടെ അവരുടെ രോഗം മാറുമായിരുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്താകട്ടെ അവർ ഭാഷയിൽ, അറബികൾ ഇതിൽ മത്സരിച്ച ആളുകളായിരുന്നു. സമ്പന്നമായ ഭാഷയാണ് അറബി. എന്നാൽ അവരിൽ ഒരാൾക്കും ഖുർആൻ പോലൊന്ന്, പോകട്ടെ ഖുർആനിലെ 10 സൂറത്തുകൾ പോലെ ഒന്ന് കൊണ്ടുവരാൻ അള്ളാഹു അവരെ വെല്ലുവിളിച്ചു. പോരാ, ഒരു സൂറത്ത്, ഫഅ്തൂ ബിസൂറത്തിൻ മിസ്ലിഹി, ഇതുപോലത്തെ ഒരു സൂറത്ത് കൊണ്ടുവരാൻ അള്ളാഹു വെല്ലുവിളിച്ചു. അവർക്ക് സാധിക്കുകയില്ല എന്ന് അള്ളാഹു പറഞ്ഞു. ഒരാൾക്കും സാധിച്ചിട്ടില്ല, ഇന്ന് വരെ സാധിച്ചിട്ടില്ല. നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുള്ളതുപോലെ മുസൈലിമത്തുൽ കജ്ജാബ് എന്ന് പറയുന്ന കള്ളപ്രവാചകൻ, അയാളുടെ അടുത്ത് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു അന്ന് മുസ്ലിം ആയിട്ടില്ല. അംർ ഇബ്നുൽ ആസ് ചെന്നു. അപ്പൊ മുസൈലിമ ചോദിച്ചു, എന്താണ് ഇപ്പൊ നിങ്ങളുടെ സാഹിബിന് ഇപ്പൊ വല്ലതും ഇറങ്ങിയിട്ടുണ്ടോ? അംർ ഇബ്നുൽ ആസ് പറഞ്ഞു, അതെ, വളരെ ചെറിയൊരു സൂറത്ത് ഇറങ്ങിയിട്ടുണ്ട്, എന്നാൽ ബലീഗത്തായ, മനസ്സിൽ തട്ടുന്ന വാക്കുകളുള്ള ആശയസമ്പുഷ്ടമായ ഒരു സൂറത്താണ്. അംർ ഇബ്നുൽ ആസ് അന്ന് മുസ്ലിം ആയിട്ടില്ല. എന്നിട്ട് അംർ ഇബ്നുൽ ആസ് പറയുകയാണെന്ത്, ഒരു സൂറത്ത് ഇറങ്ങിയിട്ടുണ്ട്. എന്താണത്? വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ല അല്ലദീന ആമനു വഅമിലു സ്സാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ. മനോഹരമായ സൂറത്ത്. അപ്പോ മുസൈലിമ പറഞ്ഞു, എനിക്കും ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ. എന്നിട്ട് മുസൈലിമ പറഞ്ഞു, യാ വബർ യാ വബർ ലക ഉദുനാനി വസദർ. വബർ എന്ന് പറഞ്ഞാൽ ഒരു ജന്തുവാണ്, പൂച്ചയെ പോലെയാണ് അത്ര അതിന്റെ കോലം. അതിന്റെ 2 ചെവിയും നെഞ്ചിന്റെ ഭാഗവും വലുതായിരുന്നു, ബാക്കി കാണാൻ വളരെ മോശമായിരുന്നു, ചെറിയൊരു ഭാഗം. അപ്പൊ ഇയാള് പറഞ്ഞത്രേ, എനിക്കിപ്പോ ഇറങ്ങിയിട്ടുണ്ട്, യാ വബർ യാ വബർ. ആ ജന്തുവിന്റെ പേരാണ്. ലക ഉദുനാനി വസദർ, നിനക്ക് 2 ചെവിയുണ്ട്, ഒരു നെഞ്ചുമുണ്ട്, പിന്നെയുള്ളതൊക്കെ തീരെ ഒന്നും കൊള്ളാത്തതാണ്. എന്നിട്ട് അംർ ഇബ്നുൽ ആസിനോട് ചോദിച്ചു, എങ്ങനെയുണ്ട് ചോദിച്ചു. അപ്പൊ അംർ ഇബ്നുൽ ആസ് പറഞ്ഞു, വല്ലാഹി ഇന്നക ലതഅലമു അന്നി അഅലമു അന്നക തകദിബ്. അല്ലാഹുവാണ്, നിനക്കറിയാം നീ കള്ളനാണെന്ന് എനിക്കറിയാം എന്ന് അംർ ഇബ്നുൽ ആസ് പറഞ്ഞു. അന്ന് മുശ്രിക്കായിരുന്ന ഒരാളെ പോലും തൃപ്തിപ്പെടുത്താൻ അയാളുടെ വാക്കിന് സാധിക്കുന്നില്ല. എന്നാൽ അള്ളാഹുവിന്റെ ആയത്തുകൾ നോക്കൂ, സുബ്ഹാനല്ലാഹ്. നിങ്ങൾ കേട്ടിട്ടില്ലേ സൂറത്തു ഫുസ്സിലത്തിൽ ആയത്തുകൾ? ഹാമീം
تنزيل من الرحمن الرحيم كتاب فصلت آياته قرآنا عربيا لقوم يعلمون. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നബിയെ പറഞ്ഞു ജയിക്കാൻ വേണ്ടി മുശ്രിക്കുകൾ ഒരു വളരെ കേമനായ ഒരാളെ കൊണ്ടുവന്നു. തഫ്സീറുകൾ കാണാം. അയാള് കവിതയിലൊക്കെ വളരെ അങ്ങേയറ്റം ആയിരുന്ന, എല്ലാം പഠിച്ചിട്ടുണ്ട്, സകല വിജ്ഞാനവും പഠിച്ചിട്ടുണ്ട്. അയാൾ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക്, ഖുറൈശികൾ വട്ടം കെട്ടി പറഞ്ഞയച്ചതാണ്, മുഹമ്മദിനെ നീ തോൽപ്പിക്കണം. വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, മുഹമ്മദ് നീയാണോ ഉത്തമൻ, അതല്ല നിന്റെ പിതാവാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും മിണ്ടിയില്ല. നീയാണ് ഉത്തമൻ എന്നാണ്, നീയാണ് ഖൈർ എന്നാണ് നീ പറയുന്നതെങ്കിൽ നിന്റെ പൂർവ്വപിതാക്കന്മാരാണ് നല്ല ആളുകൾ എന്ന് നീ പറയുന്നതെങ്കിൽ അവരൊന്നും നിന്റെ ദീനിലായിരുന്നില്ല. അവരൊക്കെ ഞങ്ങളുടെ ദീനിലായിരുന്നു. ബിംബങ്ങൾ ആരാധിച്ച, ഞങ്ങൾ വിശ്വസിക്കുന്നത് പോലെ ഞങ്ങളുടെ ദീനിലായിരുന്ന ആളുകളായിരുന്നു. അതല്ല, നീയാണ് ഖൈർ എന്നാണ് നീ പറയുന്നതെങ്കിൽ നീ ഞങ്ങളെ ഭിന്നിപ്പിച്ചു, നീ ഞങ്ങളുടെ ബന്ധങ്ങൾ തകർത്തു, ഞങ്ങളുടെ ഇലാഹുകളെ ചീത്ത വിളിച്ചു. എന്നിട്ട് ഇങ്ങനെ പറയാൻ തുടങ്ങി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും മിണ്ടിയില്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, കഴിഞ്ഞോ, പറഞ്ഞു കഴിഞ്ഞോ? അപ്പൊ അതെ എന്ന് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഹാമീം തൻസീലുൻ മിനർ റഹ്മാനിർ റഹീം എന്ന് തുടങ്ങുന്ന സൂറത്ത് ഫുസ്സിലത്തിലെ ആദ്യത്തെ ആയത്തുകൾ ഓതി ഇങ്ങനെ തുടങ്ങുമ്പോ ഇയാൾ അന്തം വിട്ട് കേൾക്കാൻ തുടങ്ങി. അവസാനം കൈ രണ്ടും പിന്നിലേക്ക് കെട്ടി അത്ഭുതത്തോടെ കേട്ടു. 13ാമത്തെ ആയത്തെത്തി, فإن أعرضوا فقل أنذرتكم صاعقة مثل صاعقة عاد وثمود. ഇനി അവർ തിരിഞ്ഞു കളയുകയാണെങ്കിൽ ആദിനും സമൂദിനും വന്നതുപോലെയുള്ള ഘോര ശബ്ദം കൊണ്ട് ഞാനിത് അവരെ താക്കീത് നൽകുന്നു. ഇതുകൂടി കേട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വായവത്തി മതി എന്ന് പറഞ്ഞു. എന്നിട്ട് തിരിച്ചുപോയി. എന്നിട്ട് മുശ്രിക്കുകൾ, ഇയാൾ വീട്ടിൽ തന്നെ കൂടി, ആളെ കാണാനില്ല. മുശ്രിക്കുകൾ പറഞ്ഞു, എന്താണ് ഇയാൾ മുസ്ലിം ആയില്ലേ? പേടിച്ചുപോയി. അയാളുടെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിച്ചു, എന്താണ് സംഭവം? അപ്പൊ പറഞ്ഞു, മുഹമ്മദിനെ നിങ്ങൾ വിട്ടേക്ക്, മുഹമ്മദിനെ നിങ്ങൾ വിട്ടേക്ക്. കാരണം എനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിക്കാൻ അവർ ഇയാളെ പറഞ്ഞയച്ചു. ഉത്ബത്ത് ഇബ്നു റബീഅ എന്ന് പറയുന്ന ആളായിരുന്നു അത്. ഇതുപോലെ ഷിഅറും കഹാനത്തും സംസാരിക്കാനൊന്നും അറിയില്ല ഒരാളില്ലാതെ. ഉത്ബത്ത് ഇബ്നു റബീഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇങ്ങനെ സംസാരിച്ചു. നബി ഫുസ്സിലത്തിൽ ആയത്തുകൾ ഓതി തിരിച്ചുപോയി. എന്നിട്ട് ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് പറ്റിയത്? പറഞ്ഞു, എന്നോട് ചിലത് പറഞ്ഞു, പക്ഷേ എന്നോട് സംസാരിച്ചു എനിക്കൊന്നും മനസ്സിലായില്ല. غير أنه أنذركم صاعقة مثل صاعقة عاد وثمود. ആദിന്റെയും സമൂദിന്റെയും ഉണ്ടായ സായിഖത്ത്, ആ ഘോര ശബ്ദം പോലെ ഉള്ളത് നിങ്ങളെ താക്കീത് ചെയ്യുന്നു. അവർ പറഞ്ഞു, യുകല്ലിമുക الرجل بالعربية ما تدري ما قال. അറബിയിലല്ല എന്നോട് പറഞ്ഞത്, നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോ പറഞ്ഞു, لا والله, അല്ലാഹുവാണ്, എനിക്ക് മനസ്സിലായില്ല. ما فهمت شيئا مما قال غير ذكر الصاعقة. സായിഖത്തിന്റെ കാര്യമല്ലാതെ എനിക്കൊന്നും മനസ്സിലായില്ല എന്ന് പറഞ്ഞു. ഞാൻ സുബ്ഹാനല്ലാഹ്, അറബികളിൽ ഇത്രയും ഭാഷ പഠിച്ച ആളുടെ പോലും സ്ഥിതി ഇതാണ്. ഈ സംഭവം മനോഹരമായി അമാനി മൗലവി റഹിമഹുല്ലാഹ് അദ്ദേഹം സൂറത്ത് ഫുസ്സിലത്തിന്റെ തഫ്സീറിൽ എടുത്തു കൊടുത്തിട്ട് നിങ്ങൾ വായിക്കണം. അത് ഇമാം അഹ്മദ് ഒക്കെ ഉദ്ധരിച്ച സ്ഥിരപ്പെട്ട പരമ്പരയുടെ വന്ന കാര്യമാണത്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നന്നായി അറബി അറിയുന്ന, അതിൽ ഫുസഹായ അഥവാ ഭാഷയിൽ വലിയ കഴിവുള്ള ആളുകൾക്ക് പോലും നബിയോട് ഏറ്റുമുട്ടാൻ ഇതുപോലൊന്നും കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. അല്ലാഹു പറഞ്ഞു, ഖുൽ ലഇൻ ഇജ്തമഅത്തിൽ ഇൻസു വൽ ജിന്നു അലാ അൻ യഅതു ബിമിസ്ലി ഹാദൽ ഖുർആൻ ലാ യഅതൂന ബിമിസ്ലിഹി വലൗ കാന ബഅദുഹും ലിബഅദിൻ ളഹീറ. ഈ ഖുർആൻ പോലൊന്നും കൊണ്ടുവരാൻ ജിന്നുകളും മനുഷ്യരും ഒരുമിച്ച് കൂടിയാലും ഇതുപോലൊന്നും കൊണ്ടുവരാൻ സാധ്യമല്ല. അം ഖുലിഖു മിൻ ഗൈരി ഷൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ അം ഖലഖു അസ്സമാവാതി വൽ അർദ ബൽ ലാ യുഖിനൂൻ. അം അതല്ല, ഖുലിഖു മിൻ ഗൈരി ഷൈഇൻ, ഒന്നുമില്ലായ്മയിൽ നിന്ന് അവർ സൃഷ്ടിക്കപ്പെട്ടതാണോ? അവർക്കൊരു ഖാലിഖില്ലേ? അം അതല്ല, ഹുമുൽ ഖാലിഖൂൻ, അവർ തന്നെയാണോ സൃഷ്ടിച്ചത്? സൃഷ്ടികർത്താക്കൾ അവർ തന്നെയാണോ? അതല്ല, അവരെ ആരും പടച്ചതല്ലേ?
ഇതെങ്ങനെ ശരിയാകും? അതല്ല ഖലഖുസ് സമാവാതി വൽ അർദ, ആകാശങ്ങളെയും ഭൂമിയെയും അവരാണോ സൃഷ്ടിച്ചത്? ബൽ ലാ യുഖിനൂൻ, അതല്ല, അവർ ഉറച്ചു വിശ്വസിക്കുന്നില്ല. അതല്ല ഇൻദഹും, അവരുടെ കയ്യിലാണോ ഖസാഇനു റബ്ബിക, നിന്റെ റബ്ബിന്റെ ഖജനാവുകൾ? ഹുമുൽ മുസൈത്തിറൂൻ, അതല്ല അവരാണോ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ പടപ്പുകളുടെ പ്രവർത്തനങ്ങൾ? നോക്കൂ, ഈ ആയത്തുകളും ഇതുപോലെയാണ്. ജുബൈർ ബിൻ മുത്ഇം എന്നു പേരുള്ള സഹാബി റളിയല്ലാഹു അൻഹു, അദ്ദേഹം മുശ്രിക്കായിരുന്ന കാലത്ത് ബദറിന് ശേഷം ബദറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും തടവിലാക്കിയ മുശ്രിക്കുകളുടെ കാര്യം, അവരെ മോചിപ്പിക്കുന്ന കാര്യം സംസാരിക്കാൻ വേണ്ടി മക്കയിൽ നിന്ന് ജുബൈർ ബിൻ മുത്ഇം മദീനയിലേക്ക് വരികയാണ്. അദ്ദേഹം മുശ്രിക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് മഗ്രിബ് നിസ്കാരത്തിൽ ഓതുകയാണ്, അം ഖുലിഖൂ മിൻ ഗൈരി ഷൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ അം ഖലഖുസ് സമാവാതി വൽ അർദ ബൽ ലാ യുഖിനൂൻ അം ഇൻദഹും ഖസാഇനു റബ്ബിക അം ഹുമുൽ മുസൈത്തിറൂൻ. ജുബൈർ ബിൻ മുത്ഇം പറയുകയാണ്, കാദ ഖൽബി അൻ യതീർ, എന്റെ ഹൃദയം പാറിപ്പോകുന്നത് പോലെ എനിക്ക് തോന്നി ഖുർആനിലെ അള്ളാഹുവിന്റെ ഈ ആയത്തുകൾ കേട്ട്. കാരണം അവർ അറബികൾ കൂടിയാണ്, അവർക്ക് ഇതിന്റെ ഈ വാക്കുകളുടെ ശക്തി അത് നന്നായി ബോധ്യപ്പെടും. അതുകൊണ്ടാണ് അറബി ഭാഷ പഠിക്കുന്നതിന്റെ ഒരു വലിയ മഹത്തായ ഒരു പ്രയോജനം അതാണ്. കാരണം ഖുർആനിന്റെ ഭംഗി അത് കൂടുതൽ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. അത് അള്ളാഹു അവതരിപ്പിച്ചതാണെന്ന് അവർക്ക് വേഗം മനസ്സിലാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളുടെ പ്രത്യേകതയും അതാണ്. നിങ്ങൾ നോക്കിക്കോളൂ, ഹദീസ് നിഷേധികൾ നബിയുടെ ഹദീസുകളെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല, ഖുർആന് യോജിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചില വിവരമില്ലാത്ത ആളുകൾ തള്ളിക്കളയാറുണ്ടല്ലോ. ഈ ആളുകൾ അറബികളിൽ നിങ്ങൾ നോക്കിക്കോളൂ, അസ്ലൻ അറബി സംസാരിച്ച നാട്ടുകാർ, അങ്ങനെയുള്ള ആളുകളിൽ ഈ ഹദീസ് നിഷേധികൾ വളരെ കുറവായിരിക്കും. എന്താണ് കാരണം? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിനൊരു നൂറുണ്ട്, ഒരു പ്രകാശമുണ്ട്. അത് കേൾക്കുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും ഇത് എന്തല്ല, ആരെങ്കിലും കെട്ടിയുണ്ടാക്കിയ വാക്കല്ല, അള്ളാഹിന്റെ വഹീന്റെ അടിസ്ഥാനത്തിൽ സംസാരിച്ച കാര്യമാണിതെന്ന് അറബികൾക്ക് വേഗം മനസ്സിലാവും. അതുകൊണ്ടാണ് അവരിൽ ഹദീസ് നിഷേധികൾ വളരെ കുറവാണ്. നോക്കിക്കോളൂ, ആജമികളുടെ നാട്ടിൽ, അനറബി നാടുകളിലാണ് ഇത് കൂടുതൽ. കാരണം എന്താ? ഈ കേടുവന്ന ബുദ്ധിയും ഈ അറബി അറിയാത്ത സാഹചര്യവും ഇതൊക്കെ കൂടുതൽ ആജമികളിലാണ്. അതുകൊണ്ട് ഈ ആയത്തുകൾ കേട്ടപ്പോൾ ജുബൈർ ബിൻ മുത്ഇം പറയുകയാണ്, എന്റെ ഹൃദയം പാറിപ്പോകുമാ എന്ന് എനിക്ക് തോന്നിപ്പോയി, എന്റെ ഹൃദയം പാറിപ്പോകുമാറായി. അള്ളാഹു ചോദിക്കുന്നു, അം ഇൻദഹും ഖസാഇനു റബ്ബിക, നിന്റെ റബ്ബിന്റെ ഖജനാവുകൾ അവരുടെ കയ്യിലാണോ? അം ഹും, അതല്ല അവരാണോ മുസൈത്തിറൂൻ. അവിടെ സീനും സാദും രണ്ട് ഖിറാഅത്തുണ്ട്, അതുകൊണ്ടാണ് രണ്ടും അടിയിലൊരു സീനും കൂടി കാണുന്നത്. അഥവാ അവരാണോ രേഖപ്പെടുത്തുന്നത് അമലുകൾ, ജനങ്ങളുടെ അമലുകൾ രേഖപ്പെടുത്തുന്നത്, അത് കണക്ക് കൂട്ടുന്നത്, അതിനവരെ വിചാരണ ചെയ്യുക അവരാണോ? പടപ്പുകളെ വിചാരണ ചെയ്യുന്നത് അവരാണോ? റബ്ബിന്റെ ഖജനാവുകൾ അവരുടെ കയ്യിലാണോ? അം ലഹും സുല്ലമുൻ യസ്തമിഊന ഫീഹി ഫലിയഅതി മുസ്തമിഊഹും ബിസുൽത്താനിൻ മുബീൻ. അം ലഹും, അതല്ല അവർക്കുണ്ടോ സുല്ലമുൻ, സുല്ലം എന്നാൽ ഏണിയാണ്, സുല്ലം ഏണിയുണ്ടോ അവരുടെ കയ്യിൽ? യസ്തമിഊന ഫീഹി, ശ്രദ്ധിച്ചു കേൾക്കാൻ, അഥവാ മുകളിലേക്ക് കയറിപ്പോയി അള്ളാഹു സംസാരിക്കുന്നത്, അവന്റെ മലായിക്കത്ത് സംസാരിക്കുന്നത് കേൾക്കാൻ വല്ല ഏണിയും അവരുടെ കയ്യിലുണ്ടോ? എങ്കിൽ ഫലിയഅതി മുസ്തമിഊഹും, അതിൽ കയറിപ്പോയി ശ്രദ്ധിച്ചു കേട്ട് അവരിൽ ഒരുത്തൻ വരട്ടെ, ബിസുൽത്താനിൻ മുബീൻ, വ്യക്തമായ തെളിവുമായി വരട്ടെ. സുബ്ഹാനല്ലാഹ്, അവരുടെ ദുർന്യായങ്ങൾ അള്ളാഹു ഓരോന്നോരോന്നായി തകർക്കുന്നത് നോക്കൂ. ഈ ഖുർആൻ ഇത് ഹക്കല്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? ഇതുപോലൊന്ന് കൊണ്ടുവരൂ. നിങ്ങളാണോ ആകാശഭൂമികളെ പടച്ചത്? നിങ്ങളെ പടച്ചത് അതല്ല, നിങ്ങൾ സ്വയം ഉണ്ടായതാണോ? അള്ളാഹുവിന്റെ ഖജനാവുകൾ അവരുടെ കയ്യിലാണോ? അവരാണോ പടപ്പുകളെ വിചാരണ ചെയ്യുന്ന, അവരുടെ അമലുകൾ രേഖപ്പെടുത്തുന്നവർ? അല്ല, മുകളിലേക്ക് കയറിപ്പോകാൻ വല്ല ഏണിയും അവരുടെ കയ്യിലുണ്ടോ? എന്നിട്ട് അള്ളാഹുവിൽ നിന്ന് അവരുടെ ദീനാണ് ഹക്ക് എന്ന് തെളിയിക്കുന്ന വല്ല തെളിവും കൊണ്ട് അവരിലെ ശ്രദ്ധിച്ചു കേട്ടവൻ വരട്ടെ. അങ്ങനെ കേൾക്കാൻ സാധിക്കുമെങ്കിൽ ഫലിയഅതി മുസ്തമിഊഹും, അവരിൽ നിന്ന് ശ്രദ്ധിച്ചു കേട്ടവൻ വരട്ടെ, ബിസുൽത്താനിൻ മുബീൻ, വ്യക്തമായൊരു തെളിവുമായി. യഥാർത്ഥത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹുവിൽ നിന്ന് വഹീ വരുന്നു, നബി സംസാരിക്കുന്നത് അള്ളാഹുവിൽ നിന്നുള്ള തെളിവാണ്. എന്നാൽ ഈ ആളുകൾക്കോ അങ്ങനെ യാതൊന്നുമില്ല.
അള്ളാഹു പറയുന്നത് നിങ്ങൾ മുകളിലേക്ക് കയറിപ്പോയി, നിങ്ങളുടെ ദീനാണ് ഹക്കെങ്കിൽ അതിനുള്ള തെളിവുമായി നിങ്ങളിൽ നിന്നൊരുവൻ വരട്ടെ. ഒരിക്കലും അവർക്ക് സാധിക്കുകയില്ല. ഇതെല്ലാം സഹോദരങ്ങളെ അള്ളാഹുവിന്റെ ദീൻ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു അവതരിപ്പിച്ച വഹി അത് ഹക്കാണ് എന്നതിനുള്ള ഒരുപാട് തെളിവുകളാണ്. ഇതല്ലാത്ത മാർഗം സ്വീകരിച്ച ഓരോരുത്തർക്കും ബാധകമാണ് ഈ ചോദ്യങ്ങൾ. അതിനവൻ ഉത്തരം പറയേണ്ടതുണ്ട്. ഖുർആൻ അത് അള്ളാഹു അവതരിപ്പിച്ചതല്ലേ, മറ്റെന്താണ് ശരി? റബ്ബിൽ നീ കൊണ്ടുപോയെങ്കിൽ നിന്റെ ദീനാണ് ഹക്കെങ്കിൽ നമ്മുടെ ദീനാണ് ഹക്ക് എന്നതിനുള്ള തെളിവാണ് ഖുർആൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ. അതല്ലാത്തത് ഹക്കാണെന്ന് പറയുന്നവന് എന്താണ് അള്ളാഹുവിൽ നിന്ന് അവന് തെളിവായി കൊണ്ടുവരാനുള്ളത്? യാതൊന്നുമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഹക്കായ ദീനിൽ ജീവിച്ചു മരിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാഹു തആല അലം വസല്ലല്ലാഹു വസല്ലം വബാറക അലാ അബ്ദിഹി വറസൂലിഹി നബിയിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.